കോൺഗ്രസ് വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ്: അനിശ്ചിതകാലത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തെ സസ്പെൻഡ് ചെയ്യുന്നു. ഈ പ്രതിസന്ധിക്ക് കോൺഗ്രസ് കണ്ടെത്തുന്ന താൽക്കാലിക പരിഹാരം ഇങ്ങനെയാണ്. ഇനി വേറെ എന്ത് നടപടി എന്നതിലും കോൺഗ്രസിന് വ്യക്തതയില്ല. ആശയക്കുഴപ്പം അതിൻ്റെ പാരമ്യത്തിലാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അതുകൊണ്ട് തൽക്കാലം ഞങ്ങൾക്ക് രാഹുലുമായ ഒരു ബന്ധമില്ല, പാർട്ടിയുടെ ഭാഗമല്ല എന്ന നിലപാടെടുത്ത് വിശദീകരിക്കാനാണ് ശ്രമം. MLA സ്ഥാനം മറ്റൊരു വഴിക്ക് പോകും. ഇതാണ് കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. ഇതൊരു തന്ത്രപരമായ നീക്കമാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്. കാരണം MLA സ്ഥാനം അവിടെ ബൈ ഇലക്ഷൻ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള രാഷ്ട്രീയ തന്ത്രം മെനയുന്നു. കോൺഗ്രസിന്റെ ഭാഗമല്ല. അങ്ങനെ വിശദീകരിക്കും പൊതുസമൂഹത്തിന് മുന്നിൽ. അതേസമയം MLA ആയ രാഹുൽ തുടരുകയും ചെയ്യും. പക്ഷേ അവശേഷിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഈ MLAക്ക് എങ്ങനെ തുടരാനാകുമെന്നതാണ്. അതായത് കോൺഗ്രസ് പാർട്ടിക്ക് ആവശ്യമില്ലാത്ത ഒരു MLA എങ്ങനെ പാലക്കാട്ടുകാർക്ക് വേണമെന്ന ചോദ്യമാണ് രാഷ്ട്രീയമായി വിശദീകരിക്കാൻ. ടി സിദ്ദിഖ് തന്നെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. ഞാൻ പാർട്ടി നേതൃത്വത്തിന്റെ ഈ നടപടിയെ പൂർണ്ണ അർത്ഥത്തിൽ സ്വാഗതം ചെയ്യുകയും അഭിനന്ദിക്കുകയും ചെയ്യുകയാണ്. ഒരു ക്രൈസിസ് ഏത് തലത്തിൽ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ഈ വിഷയമുണ്ടായി പിറ്റേ ദിവസം പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു, വിഷയം വന്നതിൻ്റെ തൊട്ടടുത്ത ദിവസം ഓരോ MLA-മാരെ കുറിച്ച്, ഭരണപക്ഷ MLA-മാരെ കുറിച്ച് പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ CPIM-ലെ വനിതാ നേതാക്കന്മാരും കേരളത്തിന്റെ മുഖ്യമന്ത്രിയും നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മുടെ മുമ്പിലുണ്ട്. പാർട്ടി കമ്മിറ്റി, ആ കമ്മിറ്റി അത് സംബന്ധിച്ച് പരിശോധിക്കും. അതിൽ മുഖ്യമന്ത്രി പറഞ്ഞത് അവർ ഏത് കമ്മിറ്റിയിലാണോ ആ കമ്മിറ്റി അതിനെക്കുറിച്ച് പരിശോധിക്കും, അതിനു വേണ്ടി കമ്മിറ്റിയെ നിയോഗിക്കും എന്നുള്ളതൊക്കെയാണ്. ഇവിടെ അങ്ങനെയുള്ളതായ മുട്ടാപ്പോക്ക് നടപടികളിലേക്ക് ഒന്നും കടക്കാതെ മാന്യമായി രാഷ്ട്രീയത്തിന്റെ ഉയർന്ന ധാർമ്മികതയും സംഘടനാ ധാർമ്മികതയും ഉയർത്തിപ്പിടിച്ച് പൊതുസമൂഹത്തോടുള്ള, സ്ത്രീ സമൂഹത്തോടുള്ള ഉയർന്ന ഉത്തരവാദിത്ത ബോധം പാർട്ടി ഇന്ന് നിർവഹിച്ചിരിക്കുകയാണ്. അതാണ് ടി സിദ്ദിഖിന്റെ നിലപാട്. ടി സിദ്ദിഖ് അടക്കം വിശദീകരിക്കുന്നതും ഇതാണ്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തെ നേരിടാൻ രാഷ്ട്രീയ പ്രതിരോധം ഉയർത്തുന്നത് സസ്പെൻഷൻ നടത്തി എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ്. കിരൺ ബാബു നമുക്കൊപ്പമുണ്ട്. കിരൺ, കോൺഗ്രസ് നേരിടുന്ന ഒരു പ്രതിസന്ധി, അതിൻ്റെ പ്രതിസന്ധി എത്ര ആഴമുള്ളതാണെന്ന് നമുക്ക് കൂടെ ബോധ്യമാവുന്നുണ്ട്. നേതാക്കളുടെ എല്ലാം മുഖഭാവങ്ങളിലും ശരീരഭാഷയിലും അത് പ്രകടമാണ് താനും. എന്തായാലും ഇനി ഞങ്ങൾക്ക് രാഹുലുമായി ബന്ധമില്ല, പാർട്ടി തലത്തിൽ ഉണ്ടായിരുന്ന ബന്ധം മുറിച്ചു സസ്പെൻഷനിലൂടെ എന്ന വാദമാണ് പൊതുസമൂഹത്തിന് മുന്നിൽ കോൺഗ്രസ് വയ്ക്കുന്നത്. പക്ഷേ MLA സ്ഥാനം എന്നത് പ്രതിസന്ധിയായി ഇപ്പോഴും തുടരുന്നു. രാജി ആവശ്യപ്പെടാനാവില്ല, കാരണം ബൈ ഇലക്ഷൻ വരും. ഈ കോൺഗ്രസിൻ്റെ ഒരു അസാധാരണ പ്രതിസന്ധിയാണ്. ഈ നിലപാടെടുത്ത് കോൺഗ്രസിന് എത്ര ദിവസം മുന്നോട്ട് പോകാനാകുമെന്നൊരു പ്രതിസന്ധി കൂടിയില്ലേ? പ്രത്യേകിച്ച് ഇടതുപക്ഷവും BJP-യും രാജിയും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിസന്ധി നടത്തുമ്പോൾ അതിന് ഒരു സൈഡിൽ മറുപടി പറയേണ്ടി വരുന്നത് കോൺഗ്രസ് തന്നെയാണ്. സജിത്ത്, കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു KPCC അധ്യക്ഷൻ. തൽക്കാലം എന്തായാലും MLA സ്ഥാനത്ത് നിന്ന് രാജിവെപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തമാക്കിയത്. അദ്ദേഹം കാര്യമായ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ ഈ പറയാനുള്ളത് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് വാർത്താ സമ്മേളനം നിർത്തുകയായിരുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ച് സജിത്ത് നേരത്തെ പറഞ്ഞ പോലെ ആ പ്രതിസന്ധി മുന്നിലുണ്ട്. MLA സ്ഥാനം രാജിവെപ്പിക്കേണ്ടല്ലേ എന്നുള്ള ചോദ്യം നാനാഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രതിപക്ഷ പാർട്ടികളാകെ ആ ആവശ്യം ഉന്നയിച്ച് ശക്തമായി തന്നെ സമരരംഗത്തും ഒക്കെ ഉണ്ട്. അവർ ആവർത്തി ഈ ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ രീതിയിലുള്ള അത്തരം ഒരു ആവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇതിൽ നിന്നെല്ലാം നേതാക്കന്മാർക്ക് പൊതുവെ അങ്ങനെ ഒരു രാജിയിലേക്ക് പോകണം എന്നതിൽ അഭിപ്രായ സമന്വയമൊക്കെ ഉണ്ടെങ്കിലും അങ്ങനെ രാജിയിലേക്ക് പോയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ചാണ് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഘടകം. പാലക്കാട് പോലെ ഒരു മണ്ഡലത്തിൽ അവിടെ BJP-ക്കും CPM-നും കോൺഗ്രസിനും ഒരേപോലെ ജയസാധ്യതയുള്ളൊരു മണ്ഡലമാണ്. പ്രത്യേകിച്ച് BJP-യെ സംബന്ധിച്ചിടത്തോളം അവിടെ മുഖ്യ എതിരാളി, കോൺഗ്രസിന് മുഖ്യ എതിരാളിയായി നിൽക്കുന്നത് BJP ആണ് എന്നുള്ള പ്രധാനപ്പെട്ട വിഷയം കൂടിയുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരു രാജി വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ സാങ്കേതികമായി 6 മാസ കാലയളവുണ്ടെങ്കിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ കഴിയും. സ്വാഭാവികമായും നമുക്കറിയാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ പലപ്പോഴും BJP കേന്ദ്ര സർക്കാരുമൊക്കെ രാഷ്ട്രീയമായി അവരെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ പീരുമേടിൽ MLA മരിച്ചു, വാഴൂർ സോമൻ മരിച്ചെങ്കിൽ പോലും അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. പക്ഷേ ഔദ്യോഗികമായി എവിടെയും അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പില്ല എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണഗതിയിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പുള്ള സാധ്യതയുമില്ല. കാരണം ഇനിയൊരു ഇപ്പോൾ രാജിവെച്ചാലും ഇനി ഈ മാസം തന്നെ ഇനി പുതിയൊരു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുക, അടുത്ത മാസം തെരഞ്ഞെടുപ്പ് നടന്നാൽ തന്നെ പിന്നീട് കഷ്ടിച്ച് 6 മാസം പോലും ഇല്ല. അടുത്ത ഫെബ്രുവരിയിലോ മാർച്ച് ആദ്യമോ ഒക്കെ പൊതു തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വരേണ്ടതുണ്ട്. അപ്പോൾ 6 മാസം പോലും ഇല്ലാത്ത ഒരു ഘട്ടത്തിൽ സാങ്കേതികമായി വേണമെങ്കിൽ 6 മാസം എന്ന് പറയാം, പക്ഷേ പ്രവർത്തിക്കാൻ 6 മാസം പോലും ഇല്ലാത്ത ഘട്ടത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടത്താനുള്ള സാധ്യത വളരെ ചുരുക്കമാണ്. അങ്ങനെ ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം.
പറയാം, അങ്ങനെ സാധാരണഗതിയിൽ നടത്താറില്ല. പക്ഷേ വേണമെങ്കിൽ നടത്താം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് BJP ആ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാനുള്ള സാധ്യത കോൺഗ്രസ് മുൻകൂട്ടി കാണുന്നു. അത് വലിയ അപകടം തന്നെയാണ്. കോൺഗ്രസ് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിലൂടെയാണ് ആദ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു, അവിടെ ഷാഫി പറമ്പിൽ ജയിക്കുന്നു. ആ ഷാഫി പറമ്പിലിനെ ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുന്നു, അവിടെ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നു, അവിടെ വീണ്ടും കോൺഗ്രസ് സ്ഥാനാർത്ഥി മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായി കഴിഞ്ഞാൽ അത് കോൺഗ്രസിന്റെ വീഴ്ച കൊണ്ട് മാത്രമാണ്, കോൺഗ്രസ് അവതരിപ്പിച്ച സ്ഥാനാർത്ഥിയുടെ വീഴ്ച കൊണ്ട് മാത്രമാണ് ഉണ്ടായത്. അത് കോൺഗ്രസിന് വലിയ തരത്തിൽ തിരിച്ചടിയാവാനുള്ള സാധ്യതയുണ്ട്. ഇനി അടുത്ത നിയമസഭയിൽ ഒരു ഭരണമൊക്കെ പ്രതീക്ഷിക്കുന്ന UDF-നെ സംബന്ധിച്ചിടത്തോളം പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ പരാജയം സംഭവിക്കുകയും ഒക്കെ ചെയ്താൽ അത് സ്വാഭാവികമായും വലിയ നാണക്കേടാണ്. ഇനി അവിടെ CPM ജയിച്ചില്ല, BJP ജയിച്ചാലും കോൺഗ്രസിനെ സംബന്ധിച്ച് നാണക്കേടാണ്. കോൺഗ്രസ് ഒരു സീറ്റ് ഉണ്ടായിരുന്ന ഒരു സീറ്റ് കൊണ്ട് BJP-ക്ക് കൊടുത്തു എന്നുള്ള വലിയ ആക്ഷേപം കൂടി കോൺഗ്രസിന് കേൾക്കേണ്ടി വരും. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിലിനെ നിയമസഭ വിട്ട് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കുമ്പോഴൊക്കെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം കോൺഗ്രസും BJP-യുമായ ഒരു ഡീലായിരുന്നു, അവിടെ പാലക്കാട് സീറ്റ് BJP-ക്ക് കൊടുക്കാം എന്നുള്ളൊരു ഡീലായിരുന്നുള്ള ആരോപണമാണ് പ്രധാനമായും CPM ഉന്നയിച്ചത്. ഇതിനെയൊക്കെ മറികടക്കാൻ കഴിഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ വലിയ വിജയത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിന്ന് ഒരാളെ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ട് എന്തിനാണ് പാലക്കാട് മത്സരിപ്പിക്കുന്നുള്ള ചോദ്യമൊക്കെ ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. പക്ഷേ ഇനി ഒരു തെരഞ്ഞെടുപ്പ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കോൺഗ്രസിനെ അന്നുണ്ടായിരുന്ന ഒരു എഡ്ജ്, അന്നുണ്ടായിരുന്ന ഒരു ധാർമ്മികമായ ബലം അത് ഇപ്പോഴില്ലാത്തൊരവസ്ഥയുണ്ട്. കോൺഗ്രസിനെ അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥിയെ ജനങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുന്നു. ആ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തുനിന്ന് സാധാരണ ഒരു ജനപ്രതിനിധിക്ക് ഉണ്ടാകാൻ കഴിയാത്ത രീതിയിലേക്ക് മോശപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുന്നു. അത് കോൺഗ്രസിനാകെ നാണക്കേട്, ആ ജനപ്രതിനിധിയുടെ മാത്രം നാണക്കേടല്ല, കോൺഗ്രസിനാകെ നാണക്കേണ്ടാവുന്ന ഒരു അവസ്ഥ വരുന്നു. അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിച്ചു അവിടെ BJP ജയിച്ചാലും അവിടെ CPM ജയിച്ചാലും സ്വാഭാവികമായും അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് UDF-നും കോൺഗ്രസിനും ആകെ തിരിച്ചടി നൽകുന്ന ഒരു ഘടകമാവും. അത്തരം ഒരു റിസ്ക് എടുക്കാൻ തൽക്കാലം കോൺഗ്രസ് തയ്യാറില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നില്ല എന്നുള്ള ഒരു സന്ദേശം പൊതുജനങ്ങൾക്കിടയിൽ നൽകണം. കോൺഗ്രസ് ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ മറ്റൊന്നുകൂടി കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM-ൽ നിന്നും BJP-യിൽ നിന്നും സമാനമായ രീതിയിലേക്ക് ആരോപണം ഉയർന്ന MLA-മാരൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ആ MLA-മാർക്കെതിരെ എന്ത് നടപടി സ്വീകരിച്ചു, അവരെ ആരെങ്കിലും ഇതുവരെ രാജിവെപ്പിച്ചോ? സണ്ണി ജോസഫ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുക അതാണ്. ഞങ്ങൾ കീഴ്വഴക്കങ്ങളെല്ലാം പരിശോധിച്ചു, CPM-ൽ നിന്നും BJP-ൽ നിന്നും സമാനമായ ആരോപണം ഉയർന്ന ഏതെങ്കിലും ഒരു MLA രാജിവെപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു കീഴ്വഴക്കം കേരളത്തിലില്ല. MLA സ്ഥാനം രാജിവെക്കുന്നില്ല, അവർ മന്ത്രിസ്ഥാനത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തോ ഉണ്ടെങ്കിൽ അത് രാജിവെക്കുന്നു. കോൺഗ്രസിന് വേണമെങ്കിൽ ഒരു പടി കൂടി കടന്നു പറയാം, അവർ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അങ്ങനെ ഒരു നടപടി പോലും മറ്റു പാർട്ടികളൊന്നും സ്വീകരിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ന്യായീകരിക്കാം. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് കോൺഗ്രസിനെ ആശങ്കപ്പെടുന്ന ഘടകം ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ ജയിക്കും എന്ന് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം ധാർമ്മികമായി കോൺഗ്രസിന് ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടേറെ പിന്നോക്കാവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ധാർമ്മികമായി അവിടെ നിൽക്കുമ്പോൾ കോൺഗ്രസിന് വലിയ ചോദ്യം കോൺഗ്രസിന് മുന്നിൽ വരും. നിങ്ങൾ തന്നെ അവതരിപ്പിച്ചൊരു സ്ഥാനാർത്ഥിയല്ലേ, ആ സ്ഥാനാർത്ഥി ഈ തരത്തിലേക്ക് പോയത്, നിങ്ങളുടെ അടുത്ത സ്ഥാനാർത്ഥിയെ ഞങ്ങൾ എന്ത് വിശ്വസിച്ച് ജനങ്ങൾ ജയിപ്പിക്കും? അത്തരം ചോദ്യങ്ങളൊക്കെ സ്വാഭാവികമായി നേരിടേണ്ടി വരും. ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു എതിർപ്പുണ്ടാവും. നിങ്ങൾ കൊണ്ടുവന്നൊരു സ്ഥാനാർത്ഥി ഇത്ര മോശക്കാരനായിരുന്നു എന്നുള്ള ചോദ്യം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരും. അതെല്ലാം കോൺഗ്രസിന് തിരിച്ചടിയാണ്. അത് ഒരു പാലക്കാട് പോലെ ഒരു മണ്ഡലം നഷ്ടപ്പെടുക എന്നതിനപ്പുറത്തേക്ക് വരുന്ന, അത് കഴിഞ്ഞാൽ പിന്നീട് മാസങ്ങൾക്കുള്ളിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതാണ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു തിരിച്ചടിയാണ്. ഇപ്പോൾ നിലവിൽ ഒരു സീറ്റ് അധികമായി പിടിച്ചെടുത്തു എന്ന് കോൺഗ്രസിന് പറയാൻ കഴിയുമെങ്കിൽ അവിടെ അങ്ങനെയല്ല. നിലമ്പൂർ സീറ്റ് പിടിച്ചെടുക്കാൻ കോൺഗ്രസ് കഴിഞ്ഞു. വീണ്ടും കോൺഗ്രസിന്റെ സീറ്റ് CPM പിടിച്ചെടുക്കുക അല്ലെങ്കിൽ BJP നഷ്ടപ്പെടുത്തുക, രണ്ട് ചെയ്താലും ഇവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അത് വലിയ നഷ്ടമായി തന്നെ മാറും. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം തന്ത്രപരമായ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് പോയത് എന്ന് വേണം കരുതാൻ. അത്തരം ചോദ്യങ്ങളൊക്കെ ഇതിനിടയിൽ ഒരു മറുവാദം കൂടി ഇങ്ങനെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അതായത് കോൺഗ്രസ് യഥാർത്ഥത്തിൽ രാഹുലിനെ രാജിവെപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ രാഹുൽ വഴങ്ങുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥ വന്നപ്പോൾ ഞങ്ങൾ കൈവിട്ടു എന്നൊരു കാര്യം കൂടി ഒരു പ്രചരണമായി ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അതിനെന്തെങ്കിലും സാധ്യത കാണാനാവുന്നുണ്ടോ? സജിത്ത്, സ്വാഭാവികമായും അത്തരം ഒരു സാധ്യതയൊക്കെ പറയാമെങ്കിലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ പരിശോധിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ ഒരു നേതാവ് കോൺഗ്രസ് രാജിവെക്കാൻ പറഞ്ഞാൽ രാജിവെക്കില്ല, അതിന് പരസ്പരം വെല്ലുവിളിച്ച് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞാൽ സസ്പെൻഷൻ അല്ലല്ലോ, വേണമെങ്കിൽ പുറത്താക്കി അടക്കം ചെയ്യാം, ഞങ്ങളുടെ ഇതിൽ ഇല്ല എന്നുള്ളത് അവർക്ക് കൈ കഴുകി മാറി നിൽക്കുകയും ഒക്കെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ ഘട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അതിൻ്റെ തിരിച്ചടി ഉണ്ടാകുക. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തി ചിലപ്പോൾ അയാളുടെ രാഷ്ട്രീയ ജീവിതം ഇനി അവസാനിച്ചു എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് സംബന്ധിച്ചിടത്തോളം പാലക്കാടോ രാഹുൽ മാങ്കൂട്ടത്തിലോ ഒന്നുമല്ല വിഷയം. അവരെ സംബന്ധിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരം തിരിച്ചുപിടിക്കുക എന്നത് മാത്രമാണ് അവരുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും എല്ലാം ലക്ഷ്യം. അത് മാത്രമാണ്. അത് കഴിഞ്ഞ് മാത്രമേ മറ്റേതെങ്കിലും വിഷയങ്ങളൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർ അത്തരം ഒരു നീക്കത്തിലേക്ക് പോകാനും രാഹുൽ മാങ്കൂട്ടത്തിൽ വെല്ലുവിളിച്ചാൽ 2 ദിവസം കഴിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായും അത്തരമൊരു ഉപതെരഞ്ഞെടുപ്പിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവാനും ആ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു ഭാഗ്യപരീക്ഷണത്തിന് കോൺഗ്രസ് തൽക്കാലം തയ്യാറല്ല എന്നുള്ളതാണ് പ്രായോഗിക രാഷ്ട്രീയം നമുക്ക് പരിശോധിച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് മുന്നിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെയാവണം അവർ ഈ തരത്തിൽ നീങ്ങുന്നതെന്നാണ് നമുക്ക് കണക്കാക്കാൻ കഴിയും. കിരണിലേക്ക് വരാം. ദീപ്തി മേരി വർഗീസ് കോൺഗ്രസ് നേതാവ് നമുക്ക് പോകുന്നുണ്ട്. ശ്രീ ദീപ്തി മേരി വർഗീസ്, രാഹുൽ ഇന്നലെ താങ്കൾ അടക്കമുള്ളവർ രാഹുൽ രാജിവെക്കണമെന്ന നിലപാടെടുത്തതാണ്. പക്ഷേ കോൺഗ്രസ് പാർട്ടി ആ നിലപാടിലേക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ട് പോക്ക് സംഭവിച്ചത്? ഞാൻ അതിൻ്റെ അകത്ത് ഒരു ചെറിയ കറക്ഷൻ പറയുകയാണ്.
ഞാൻ പറഞ്ഞത് പാർട്ടി രാജിവെക്കാൻ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വരും എന്നുള്ള നിലയിലാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഞാൻ വ്യക്തിപരമായിട്ട് അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ആദ്യമേ ഞാൻ കറക്റ്റ് ചെയ്ത് പറയട്ടെ. ഞാൻ പറഞ്ഞത് പാർട്ടിയുടെ കൂട്ടായ തീരുമാനം രാജിയിലേക്ക് പോകും എന്നുള്ള നിലയിലാണ് പറഞ്ഞത്. പിന്നെ ഇന്ന് ഇപ്പോ സസ്പെൻഷൻ എന്നുള്ള ഒരു മാതൃകാപരമായ തീരുമാനം പാർട്ടി എടുത്തിരിക്കുകയാണ്. അത് KPCC പ്രസിഡന്റ് ഇപ്പോൾ അത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിലപ്പോ ഏറ്റവും ചെയ്യാൻ കഴിയുന്ന ഇപ്പോൾ ഈ ഒരു ആരോപണം വന്നപ്പോൾ, പരാതി വന്നിട്ടില്ല, ഒരു ആരോപണം വന്നപ്പോൾ ചെയ്യാൻ കഴിയാവുന്നതിന്റെ മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും ചെയ്യാത്ത രീതിയിലുള്ള മാതൃകാപരമായ തീരുമാനം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞങ്ങൾക്ക് രാഹുലുമായ ഒരു ബന്ധമില്ല എന്നതാണ് KPCC അധ്യക്ഷൻ ഇന്ന് പറഞ്ഞതിന്റെ ഒരു സാരം. അദ്ദേഹം ആ പ്രയോഗം തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതെങ്ങനെ പൊതുജനങ്ങളുടെ മുന്നിൽ ബാധിക്കും? കോൺഗ്രസ് ആണ് രാഹുലിനെ ജയിപ്പിച്ചത് പാലക്കാട്. അപ്പോൾ ഞങ്ങൾക്ക് ബന്ധമില്ലാത്ത, ഞങ്ങളുടെ ഭാഗമല്ലാത്ത രാഹുലിനെ പാലക്കാടുകാർക്ക് പിന്നെ എന്തിന്? ഇതൊരു ജനാധിപത്യ ജനങ്ങളുടെ നേരെ നോക്കി നമ്മൾ വേറൊരു തരത്തിൽ ആംഗികാട്ടുന്നതിന് തുല്യമായി മാറില്ലേ ഇത്? അത് ഏത് ചോദ്യത്തിനോടാണ് അദ്ദേഹം അങ്ങനെ പ്രതികരിച്ചതെന്നും കൂടി പറയണം. അല്ലാതെ എനിക്ക് അതിന് മറുപടി പറയാൻ പറ്റില്ലല്ലോ. അദ്ദേഹം അങ്ങനെ ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മുൻപിൽ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയായിട്ടായിരിക്കും പറഞ്ഞിരിക്കുക. രാഹുൽ കോൺഗ്രസിന്റെ MLA ആയിരുന്നു. കോൺഗ്രസ് എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രവർത്തിച്ച് തന്നെയാണ് ജയിച്ചു വന്നത്. പക്ഷേ ഇപ്പോൾ വളരെ ഒരു വ്യത്യസ്തമായ സാഹചര്യം വന്നിരിക്കുന്നു, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്നിരിക്കുന്നു. അപ്പോൾ അതിന്റെ പേരിൽ കോൺഗ്രസ് ഒരു നിലപാടെടുത്തു എന്നതിൽ കവിന് വേറെ ഒന്നും അതിനെക്കുറിച്ച് പറയാനില്ല. താങ്കൾ അടക്കമുള്ളവർ പ്രതീക്ഷിച്ചിരുന്നില്ലേ ഇതിൽ കൂടുതൽ നടപടി വേണമെന്ന്? താങ്കളും ആഗ്രഹിച്ചതല്ലേ? കാരണം ഇങ്ങനെ ഒരു വ്യക്തി MLA ആയി തുടരുന്നത് അനുചിതമല്ലേ? ഞാനതിൻ്റെ മുന്നണിയുടെ പാർട്ടിയുടെ സാങ്കേതികതയ്ക്കും അപ്പുറം ഒരു വലിയ രീതിയിൽ ഒരു പെൺകുട്ടിയോട് പെരുമാറ്റം, നിങ്ങൾക്കൊരു പക്ഷേ അത് ഇടതുപക്ഷത്തെ മറ്റു ചിലരുമായി താരതമ്യം ചെയ്യാനുണ്ടാവും, അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞത് അദ്ദേഹത്തിന് MLA ആയി തുടരാനുള്ള ആ യോഗ്യതയുള്ള കാര്യങ്ങളാണോ അദ്ദേഹം പറഞ്ഞത്? താങ്കൾ വ്യക്തിപരമായി ഈ വിഷയത്തെ അങ്ങനെ കാണുന്നില്ലേ? അല്ല, എനിക്ക് വ്യക്തിപരമായി ഒന്നും തന്നെ ഇതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കാരണം ഞാൻ KPCCയുടെ ഭാരവാഹിയാണ്. പാർട്ടിയുടെ നിലപാടിൽ കവിഞ്ഞ് വേറൊന്നും എനിക്ക് ഇതിൻ്റെ അകത്ത് പറയാൻ കഴിയില്ല. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം, ഇത്തരത്തിലൊരു ആരോപണം വന്നിട്ട് കേരളത്തിന്റെ ചരിത്രത്തിലോ ഇന്ത്യയുടെ ചരിത്രത്തിലോ ഇന്ന് വരെ ഇല്ലാത്ത മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത രീതിയിലുള്ള നടപടിയിലേക്കാണ്. ഇടപെടുന്നതിൽ തെറ്റിദ്ധരിക്കരുത്. ഇതുപോലെ ആരോപണം എന്ന് വെച്ചാൽ ഇതുപോലെ മറ്റൊരു ആരോപണം സമീപകാലത്ത് നമ്മൾ ആരും കേട്ടിട്ടില്ല. അതാണ് അതിന്റെ വസ്തുത. അങ്ങനെ ഒരു കാര്യം കൂടി ഇല്ലേ ഇതിന്റെ? അത് കാണാതെ പോകാം. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ താങ്കൾ പറയുന്നത് ശരിയാണ്. ആരോപണം എന്ന് പറയുമ്പോൾ അതിന്റെ പരാതിക്കാരി എന്ന് പറയുന്നത് ഇപ്പോഴും പിന്നെ ഹിഡൻ ആണ് എന്നുള്ളത് ഒരു പ്രത്യേകത തന്നെയാണ് ഈ പരാതിയെ സംബന്ധിച്ച്. ഇപ്പൊ മുകേഷിന്റെ പരാതിയിലാണെങ്കിൽ പരാതിക്കാരി വന്ന് പരാതി കൊടുക്കുകയും FIR ഇടുകയും ചാർജ് ഷീറ്റ് വരികയും ഒക്കെ ചെയ്തു. ശശീന്ദ്രന്റെ ഞാൻ പറയുന്നത് അതൊക്കെ അതിന്റെ സാങ്കേതികതയാണല്ലോ. അതിനപ്പുറം ഈ പരാതിക്ക് ഒരു വസ്തുതയുണ്ട് എന്നത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. സാങ്കേതികത അതിന്റെ അകത്ത് ഞാൻ പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ പറയുന്നത്, നിങ്ങൾ എന്നോട് ചോദിച്ച ചോദ്യം, താങ്കൾ എന്നോട് ചോദിച്ചത് ഇതിന് മറ്റുള്ളതിൽ നിന്ന് സമാനതയില്ലല്ലോ എന്നാണ് പറഞ്ഞത്. ശരിയാണ്, മറ്റുള്ള പരാതികളിൽ നിന്ന് സമാനതയില്ല. കാരണം ഇതിന്റെ കംപ്ലൈനന്റ് ഇപ്പോഴും നിയമത്തിന് മുൻപിലേക്ക് വരാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഞാൻ പറയുന്നത്, യഥാർത്ഥത്തിൽ അത്തരത്തിൽ പരാതിയുള്ള ആളുകൾ, പെൺകുട്ടികൾ കേരളത്തിൽ ധൈര്യമായി മുമ്പോട്ട് വന്ന് പരാതി കൊടുക്കണ്ടേ? ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു നിയമവ്യവസ്ഥയില്ലേ? ആ നിയമവ്യവസ്ഥയെ നമ്മൾ മാനിക്കണ്ടേ? പിന്നെ നമുക്ക് പറയാൻ മറ്റു ചില കാരണങ്ങളുണ്ട്. നിലവിലുള്ള സൈബർ ഇടത്തിലുള്ള ആക്രമണങ്ങളായാലും പിന്നെ കാര്യങ്ങളായാലും പരാതി കൊടുത്താൽ ഒരു തരത്തിലുമുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. പെൺകുട്ടികൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താൽ ശരിയായ രീതിയിലുള്ള തീരുമാനങ്ങൾ ഉണ്ടാകുന്നില്ല. അപ്പൊ ആഭ്യന്തര വകുപ്പിന്റെ ഒരു തകർച്ചയൊക്കെ ഒരു വശത്തുണ്ട്. അതുകൊണ്ടാണോ ഇവർ ഭയക്കുന്നത്? പരാതി കൊടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, ഇത് തങ്ങൾക്ക് സംരക്ഷണം കിട്ടുന്നതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ വിഷയം അതല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത്, താങ്കൾ അടക്കമുള്ള, ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള, ഉമാ തോമസ് അടക്കമുള്ള നിങ്ങളെല്ലാവരും കൃത്യമായ നിലപാടുകൾ ഇന്നലെ സ്വീകരിച്ചതാണ്. ഇങ്ങനെ ഒരു വ്യക്തി MLA ആയി തുടരുത്, എത്രയും പെട്ടെന്ന് മാറണം. ഷാനിമോൾ ഉസ്മാൻ അടക്കം പൊതുരംഗത്ത് നിന്ന് തന്നെ മാറ്റി നിർത്തണം എന്ന നിലപാടെടുത്തവരാണ്. അങ്ങനെ ഒരാളെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കുക എന്ന രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടി വരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഗതികേടല്ലേ? ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലല്ലോ ചെയ്യുന്നത്, മാറ്റി നിർത്തുകയാണല്ലോ ചെയ്തത്. യഥാർത്ഥത്തിൽ അത് വലിയൊരു ശിക്ഷയല്ലേ? കോൺഗ്രസിന്റെ MLA ആയിരിക്കുന്ന ഒരാളെ പാർലമെന്ററി പാർട്ടിയിൽ വിളിക്കുന്നില്ല, പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു. അദ്ദേഹത്തിന് ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട, നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടാൻ പറ്റുന്നില്ല. അതുപോലെ മാറ്റി നിർത്തി, ഐസൊലേറ്റ് ചെയ്ത് നിർത്തിയ പോലെ ആയില്ലേ? അത് വലിയൊരു ശിക്ഷയല്ലേ കൊടുക്കുന്നത്? പാർട്ടി ഇതിൽ പരം എന്ത് ശിക്ഷയാണ് കൊടുക്കുന്നത്? ഇതുപോലെ ശിക്ഷ കൊടുത്തു. എല്ലാ അർത്ഥത്തിലും മാറ്റി നിർത്തുമ്പോൾ അങ്ങനെയെങ്കിൽ MLA സ്ഥാനത്ത് നിന്നും മാറി നിൽക്കണം. കോൺഗ്രസ് പാർട്ടിയാണ്
ചിഹ്നത്തിലാണ്, കൈപ്പത്തി ചിഹ്നത്തിലാണ് ജയിപ്പിച്ചത്. അതുകൊണ്ട് അതും മാറ്റി നിർത്തണം എന്ന നിലപാടെടുക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? നോക്കൂ, നമ്മളിപ്പോൾ ഒരു പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പും കൂടി ജനങ്ങളിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതിൻ്റെ അകത്ത് ഒരു ന്യായീകരണമില്ല എന്നുള്ളതൊരു കാരണമാണ്, അതിലൊരു കാരണമാണ്. അപ്പോൾ ജനപ്രതിനിധി, സാധാരണ നമ്മുടെ ജനപ്രതിനിധി നിയമമൊക്കെ പറയുകയാണെങ്കിൽ ഒരു കൺവിക്ഷന്റെ ഒരു സ്റ്റേജിൽ വരുമ്പോഴാണ്, അല്ലെങ്കിൽ കൺവിക്റ്റഡ് ആയി കഴിയുമ്പോഴാണ് അത്തരത്തിൽ നിയമ നടപടി മാറി നിൽക്കേണ്ട അല്ലെങ്കിൽ രാജിവെക്കേണ്ട ഒക്കെ സാഹചര്യം വരുന്നത്. അപ്പോൾ ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് വന്നില്ല, പരാതികൾ വന്നിട്ടില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ കാര്യങ്ങളിലുണ്ട് എന്ന് വെച്ച് ഞാൻ ഒരു കാരണവശാലും തെറ്റ് ചെയ്ത ഒരാളെയും ന്യായീകരിക്കില്ല. ഒരു പെൺകുട്ടിയെയും ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ പോലും അപമാനിക്കാൻ പാടില്ല എന്ന ശക്തമായ നിലപാട് കോൺഗ്രസിനുണ്ട്. ആ നിലപാടിൽ തന്നെയാണ് പാർട്ടി ഇത്തരം നടപടികളിലേക്ക് പോയത് എന്നുകൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. വളരെ വ്യക്തമാണ് ദീപ്തി മേരി വർഗീസ്. പക്ഷേ ഒരു കാര്യം കൂടി, ഇപ്പോൾ താങ്കളടക്കം പ്രതികരിച്ചവർക്കെതിരെ സൈബർ ഇടത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ സൈബർ കേന്ദ്രങ്ങളിൽ നിന്ന് എത്ര വലിയൊരു അറ്റാക്കാണ് നടക്കുന്നത്. ഞങ്ങൾ കഴിഞ്ഞ അല്പസമയം മുമ്പ് ചില സ്ക്രീൻഷോട്ടുകൾ പുറത്തുവിട്ടു. അത് കോൺഗ്രസിൻ്റെ ചില വാട്സപ്പ് ഗ്രൂപ്പുകളാണ്. കോൺഗ്രസ് പ്രവർത്തകർ, ചില നേതാക്കളൊക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ എത്ര രൂക്ഷമായ പ്രതികരണമാണെന്നോ. വി.ഡി. സതീശനെതിരെ പോലും പ്രതികരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇത് അണികൾക്കിത് ബോധ്യപ്പെടുന്നില്ല എന്നൊരു വസ്തുതയുണ്ട്. അതായത് ഒരു വെട്ടുകളി കൂട്ടം വന്ന് നേതാക്കളെ ആക്രമിക്കുക, പ്രത്യേകിച്ച് പ്രതികരിച്ച വനിതകളടക്കമുള്ളവരെ വലിയ രീതിയിൽ ആക്രമിക്കുന്നത്. എന്തുകൊണ്ടാണ് നേതൃത്വം ഈ വിഷയത്തിൽ ഒരു ആർജവമുള്ള നിലപാട് എടുക്കാത്തത്? ഞാൻ ഈ സൈബർ അറ്റാക്കിനെ കുറിച്ച് എനിക്ക് കുറച്ച് വിശദമായി പറയാനുണ്ട്, താങ്കൾ സമയം തരുമെങ്കിൽ. ഈ സൈബർ അറ്റാക്ക് നടത്തുന്ന പ്രൊഫൈല് നോക്കിയിട്ട് അതിലുള്ള പടം നോക്കിയിട്ട് അത് കോൺഗ്രസ് ആണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. അതിനുള്ള ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടതാണല്ലോ വടകര തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ. അപ്പോൾ സൈബർ അറ്റാക്ക് നടത്തുന്നത് മുഴുവൻ കോൺഗ്രസ്സുകാരാണ് എന്ന് പറയില്ല. ഇന്ന് രാവിലെ ശിവൻകുട്ടി എന്ന് വിദ്യാഭ്യാസ മന്ത്രി, അദ്ദേഹത്തിന് വളരെ വലിയ സ്നേഹമാണ് ഞങ്ങളുടെ ഒരു MLA യോട്, ഞങ്ങളുടെ വനിതാ MLA യോട്. ഇതിന് മുൻപൊന്നും അത് കണ്ടിട്ടില്ലല്ലോ. അവർക്കെതിരെ പല രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുള്ളതല്ലേ. കോൺഗ്രസിന്റെ എല്ലാ വനിതകൾക്കെതിരെ പോലും ആക്ഷേപം ഉന്നയിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവരുടെ സൈബർ ഇടങ്ങളിൽ പാർട്ടി വനിതകൾക്കെതിരെ, മാധ്യമപ്രവർത്തകർക്കെതിരെ, വനിതാ മാധ്യമപ്രവർത്തകർക്കെതിരെ ഒക്കെ ഏതൊക്കെ തരത്തിലുള്ള അറ്റാക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പോ ഇത് ഒരു തരം തന്ത്രമാണ്. ഇത് വ്യാജ പ്രൊഫൈലുകളാണെന്നാണോ പറയുന്നത്? ഇത് ഇടതുപക്ഷത്തിന്റെ വ്യാജ പ്രൊഫൈലുകൾ എന്നാണോ പറയുന്നത്? അല്ല, വ്യാജ പ്രൊഫൈൽ ഉൾപ്പെടെ ഉണ്ടോ? ഇതെല്ലാം കോൺഗ്രസിന്റെ ആണെന്നുള്ളത് എന്താണ് ഉറപ്പ്? ശരിയാണ്, ചിലപ്പോ ഒരു പക്ഷേ ഇവരോട് താല്പര്യമുള്ള, ഈ പറയുന്ന രാഹുലിനോട് താല്പര്യമുള്ള ആരെങ്കിലും ഒക്കെ തിരിച്ചു മറുപടി പറഞ്ഞിട്ടുണ്ടാവാം, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇതിൻ്റെ അകത്ത് CPM-ന്റെ പങ്ക് വളരെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇന്നലെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും, CPM-ന്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ പോലും ഇത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിച്ചു വരുന്നുണ്ട്. അപ്പോൾ ഇതൊരു അവസരമായി കണ്ടുകൊണ്ട് അതിനെ രാഷ്ട്രീയ മുതലെടുപ്പായിട്ട് CPM-ന്റെ സൈബർ ഇടങ്ങളും കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. രണ്ടാമതായിട്ടൊരു കാര്യം, സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക് ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ഞങ്ങളൊക്കെ നിരവധി തവണ നേരിട്ടിട്ടുള്ളതാണ്, കാലങ്ങളായിട്ട് നേരിട്ടിട്ടുള്ളതാണ്. എന്നാണോ സോഷ്യൽ മീഡിയ സജീവമായത് അന്ന് മുതൽ ഞങ്ങളൊക്കെ നേരിടുന്നതാണ്. അത് രാഷ്ട്രീയമായി എതിർപക്ഷത്തുള്ളവരാണ്. ഞാൻ പറഞ്ഞത് സ്വന്തം ചേരിയിൽ നിന്ന് തന്നെ ഇങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയേണ്ടി വരുന്നത്. അത് ഏത് ചേരിയിൽ നിന്നുണ്ടായാലും സൈബർ ഇടങ്ങളിലുള്ള അറ്റാക്ക്, പ്രത്യേകിച്ച് വനിതകൾക്കെതിരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നത്, രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന വനിതകൾക്കെതിരെയുള്ള അറ്റാക്ക് എന്ന് പറയുന്നതിനെ ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അത് പരിഹാരം ഇപ്പോഴും കാണാൻ നമ്മൾ എവിടെ പോയാണ് പരാതി പറയേണ്ടത്? ഇന്ന് പരാതി പറഞ്ഞു സൈബർ ഇടങ്ങളിലേക്ക് വന്ന അറ്റാക്കുകൾക്കെതിരായി കൊടുത്ത പരാതികളിൽ ഏതെങ്കിലും തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ടോ? അതിൽ നമ്മൾ പോലീസിനെ കുറ്റപ്പെടുത്താം രണ്ടാമത്. പക്ഷെ അതിലേക്ക് മുമ്പ് വരുമ്പോൾ നേതാക്കൾ തന്നെയല്ലേ, കോൺഗ്രസിന്റെ അണികളും കോൺഗ്രസിന്റെ രണ്ടാം തരത്തിലുള്ള നേതാക്കളും ഈ തരത്തിൽ സൈബർ അറ്റാക്ക് നടത്തുമ്പോൾ അത് നിലപാടെടുക്കേണ്ടത് കോൺഗ്രസ് നേതാക്കൾ തന്നെയല്ലേ? അല്ല, സൈബർ അറ്റാക്ക് നടത്തിയത് ആരാണെന്നൊന്നും അറിയില്ല. അതൊക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. 100 കണക്കിന് ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്ന്, പല പ്രൊഫൈലുകളിൽ നിന്നൊക്കെ അറ്റാക്കുകൾ നടത്തും. പരാതി ഉള്ളവർക്ക് പരാതി കൊടുക്കാം. ഇപ്പോൾ എനിക്കെതിരെ അറ്റാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പരാതി ഒന്നും കൊടുത്തിട്ടില്ല, ഞാനത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. കാര്യം സോഷ്യൽ മീഡിയയിൽ വരുന്ന സൈബർ അറ്റാക്കുകൾ എന്ന് പറഞ്ഞാൽ അത് നോക്കാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് മുൻപോട്ട് യാത്ര ചെയ്യാൻ പറ്റില്ല. നമ്മുടെ രാഷ്ട്രീയ ജീവിതവുമായി മുമ്പോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. അത് പരാതിയുള്ളവർക്ക് വേണമെങ്കിൽ പരാതി കൊടുക്കാം. അത് ആരും അതിന് പരാതി കൊടുക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ശരി, ദീപ്തി മേരി വർഗീസ്, ഒരു പാർട്ടിയുടെ ഭാരവാഹി എന്ന നിലയിൽ പ്രതികരിക്കുമ്പോൾ താങ്കൾക്ക് സ്വാഭാവികമായ ചില പരിമിതികളുണ്ടാവും, ഊഹിക്കാം. പക്ഷേ ഒരു കാര്യം, പാർട്ടിയിലെ ബഹുഭൂരിപക്ഷത്തിന്, ചുരുങ്ങിയപക്ഷം സ്ത്രീകൾക്കും വനിതകൾക്കുമെങ്കിലും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന യാഥാർത്ഥ്യം യഥാർത്ഥത്തിൽ ഒരു വസ്തുതയായ മുന്നിലില്ലേ?
പാർട്ടി ഒറ്റക്കെട്ടായിട്ട് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. കുറച്ചു പേർക്ക് തീരുമാനം, ചില ആളുകൾക്കൊക്കെ ഇത്രയും വലിയൊരു തീരുമാനം, ഇത്രയും ശക്തമായ ഒരു തീരുമാനം വേണമോ എന്ന് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ടാവും. ചില ആളുകൾക്ക് ഇതിലും ശക്തമായി വേണം എന്ന് തോന്നിയിട്ടുണ്ടാവാം. പക്ഷെ പാർട്ടി കൂടി ആലോചിച്ചതിന് ശേഷം എടുത്ത ഒരു തീരുമാനമാണ്. അത് വളരെ മാതൃകാപരമാണ് എന്നുള്ളത് ഞാൻ വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. ഈ ഒരു പെൺകുട്ടിയുടെ ആരോപണം വരുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്നിലധികം പെൺകുട്ടികളുടെ ആരോപണം വരുമ്പോൾ തന്നെ അതിൽ പാർട്ടി ഒരു തീരുമാനം എടുത്തില്ലേ? നിങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകരും എന്തുകൊണ്ടാണ് അത് കാണാതെ പോകുന്നത് എന്നുള്ളത് ഞാൻ വളരെ ആശ്ചര്യത്തോടെ കാണുകയാണ്. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ പോലെ എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ ആ വ്യത്യാസം മനസ്സിലാക്കാത്തത്? ഈ കോൺഗ്രസ്, ഞാൻ പറയുന്ന ഒരു ആരോപണം വരുമ്പോൾ തന്നെ ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ നിന്ന് ഞങ്ങളെല്ലാവരും കോൺഗ്രസിനെ അഭിനന്ദിക്കാൻ തയ്യാറാണ്. പക്ഷേ ഈ രാജ്യ ആവശ്യത്തിൽ കൂടി ഒരു വ്യക്തത വരുത്തണമായിരുന്നു. കാരണം അത്ര അധികം ക്രിമിനൽ മൈൻഡ് ഈ ഉള്ള തെളിവുകളാണ് രാഹുലിനെതിരെ പുറത്തു വന്നത്. പിന്നെ എന്തിന് ഇയാളെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യമാണ്. ഉപതെരഞ്ഞെടുപ്പ് പോലെയുള്ള സാങ്കേതികതകളെയും മറികടന്നുകൊണ്ട് കോൺഗ്രസ് ആർജവമുള്ള ഒരു തീരുമാനം എടുത്തിരുന്നെങ്കിൽ എല്ലാവരും ഉയർത്തിക്കാട്ടിയനെ കോൺഗ്രസിന്റെ നിലപാടിനെ. പക്ഷെ അതിലേക്ക് കോൺഗ്രസ് പോയില്ല. അത് തീർച്ചയായിട്ടും അതിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ തന്നെ പറഞ്ഞത്, ഇതിൻ്റെ അകത്ത് നിയമ നടപടികളിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് അത്തരത്തിലുള്ള തെളിവുകളൊക്കെ കൃത്യമായി കിട്ടുള്ളൂ. നമ്മൾ എവിടെയെങ്കിലും വന്ന ഒരു ചാനലിൽ കാണിക്കുന്ന ഒരു മൊബൈലിന്റെ സ്ക്രീൻഷോട്ടിന്റെ ഒക്കെ പേരിൽ നമുക്കൊരു അത്തരം കാര്യങ്ങൾ ചിന്തിക്കാൻ പറ്റില്ലല്ലോ. ഇത് ഇപ്പൊ ഏത് കുറ്റാരോപിതനായാലും അവരുടെ വശം കേൾക്കണം ഒന്നാമതായിട്ട്. രണ്ടാമതായിട്ട് ഈ പറയുന്ന കാര്യങ്ങളിലുള്ള വ്യക്തത ഉണ്ടാകണം. ഇതിനുള്ള ഈ പറയുന്ന ഈ തെളിവുകൾ ഇത് യഥാർത്ഥത്തിൽ അടിസ്ഥാനമുള്ളതാണോ എന്നുള്ള അന്വേഷണം ഉണ്ടാകണം. ഇതൊന്നും തന്നെ നടക്കുന്നില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലാപ്സ് ആണ്. അതും കൂടി നടക്കണം എന്നുള്ള ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം ആരായാലും. യെസ്, വളരെ നന്ദി ദീപ്തി മേരി വർഗീസ് വിശദമായി പ്രതികരിച്ചതിന്. എന്തായാലും ഈ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടിനൊപ്പം നിന്നുകൊണ്ടാണ് അവർ പ്രതികരിക്കുന്നത്. പക്ഷേ ഇതൊരു അവസാന നിലപാടല്ല, ഇനിയും തുടർച്ചകൾ ഉണ്ടാകും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കിരൺ ബാബു തുടരുന്നുണ്ട്. കിരൺ, ദീപ്തി മേരി വർഗീസിന്റെ ഒക്കെ പ്രതികരണത്തിൽ വ്യക്തമാണ് ഉപതെരഞ്ഞെടുപ്പ് ഈ തീരുമാനത്തിലേക്ക് എത്തിയതിന് ഒരു ഘടകമാണെന്ന് അവർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് മുന്നിൽ അവശേഷിക്കുന്ന ചോദ്യങ്ങൾ നിരവധിയുണ്ട്. കാരണം ഇത് പാർട്ടിയിൽ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴത്തെ തീരുമാനം ഉൾക്കൊള്ളാനാകുമോ, കൂടുതൽ നടപടി വേണ്ടിയിരുന്നില്ലേ എന്ന സംശയം അവർക്കുണ്ടാവാം. എന്ന് മാത്രമല്ല, ഇനി അങ്ങോട്ടേക്ക് രാഹുലുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ലെന്ന് പറയുമ്പോഴും രാഷ്ട്രീയമായ പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിടേണ്ടത് കോൺഗ്രസ് പാർട്ടി തന്നെയാണ്. പ്രത്യേകിച്ച് CPM ഉം BJP യും വലിയ രാഷ്ട്രീയ ആയുധമായി ഇത് മുന്നോട്ട് പോകും. അപ്പോൾ ചുരുക്കത്തിൽ ഈ തീരുമാനം കോൺഗ്രസിന് ഗുണപ്പെടുമോ എന്ന് കാലം തെളിയിക്കേണ്ടി വരും. സൈത്തെ, തീരുമാനം ഗുണപ്പെടുമോ ഇല്ലയോ എന്ന് കാലം തന്നെയാണ് തെളിയിക്കേണ്ടത്. അത് ഏത് തരത്തിലേക്ക് പോകുന്നു. കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ കാണുന്നത് അവരുടെ പ്രധാനപ്പെട്ട വിഷയം, ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഉപതെരഞ്ഞെടുപ്പ് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഹൈ റിസ്ക് ആണ്. അവിടെ ഏതെങ്കിലും കാരണവശാൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ അതിന് വിജയിക്കുന്നത് BJP ആയിക്കോട്ടെ, വിജയിക്കുന്നത് CPM ആയിക്കോട്ടെ, രണ്ടുപേർ വിജയിച്ചാലും സ്വാഭാവികമായും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസിനെ സംബന്ധിച്ച് അത് ഒരു കനത്ത തിരിച്ചടിയാണ്. ഒരു സിറ്റിംഗ് സീറ്റ് അടക്കം നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക്, അതും കോൺഗ്രസിന്റെ ഒരു MLA മത്സരിപ്പിക്കുന്ന ഒരാളെ എങ്ങനെ വിശ്വസിച്ച് വോട്ട് ചെയ്യും എന്നുള്ള ചോദ്യമടക്കം അവിടെ വരും. വീണ്ടും ഈ വിഷയങ്ങളെല്ലാം ഏറ്റവും സജീവമാണ്. ഒരു ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കേരളത്തിന്റെ മുഴുവൻ ശ്രദ്ധയും 140 മണ്ഡലങ്ങളുടെ ശ്രദ്ധയും ഒരു മണ്ഡലത്തിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ ഈ പീരുമേടാണ് വേറെ നടക്കേണ്ടത്. അങ്ങനെ നടത്തുന്നെങ്കിൽ രണ്ടും കൂടി ഒരുമിച്ച് നടത്തേണ്ടി വരും. പീരുമേട് നടത്തിയാലും പീരുമേടിനെ പോലും മണ്ഡലത്തിൽ അങ്ങനെ ഒരു പ്രാധാന്യമുള്ളൊരു മണ്ഡലമല്ല. ഈ പാലക്കാടിനെ പോലെ ഒരു 3 പാർട്ടികൾ ഒരേപോലെ മത്സരിക്കുന്ന, അല്ലെങ്കിൽ ഒരു ഗ്ലാമർ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറഞ്ഞ ഒരർത്ഥത്തിൽ പറഞ്ഞ എല്ലാം ഗ്ലാമർ ആണെന്നൊക്കെ പറയാം. പക്ഷേ വാർത്താ പ്രാധാന്യം കൂടുതൽ ലഭിക്കുക സ്വാഭാവികമായും പാലക്കാട് തന്നെയാണ്. കോൺഗ്രസിന്റെ അച്ചടക്ക സമിതി അധ്യക്ഷൻ കൂടിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു ഈ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഏറ്റവും ഉയർന്ന തലത്തിലുള്ള കോൺഗ്രസ് പാർട്ടിയുടെ പതാകയേറ്റവും ഉയർത്തിക്കെട്ടാൻ കഴിയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരും. അത് രാഹുലിന്റെ രാജി ആവശ്യമെന്നത് കരുതി. പക്ഷേ അതിലേക്ക് കോൺഗ്രസ് വന്നില്ല. എന്തുകൊണ്ടാണ് ഈ പിന്നോട്ട് പോക്ക് പോയത്? ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമോ എന്ന ഭയമാണോ? അല്ല, ഈ കാര്യത്തിനകത്ത് 2 ആക്ഷൻ എടുത്ത ഒരേ സംഭവം മാത്രം. ഒന്ന് രാഹുൽ മാങ്കൂട്ട ഒഴിയേണ്ടി വന്നു. 2 അദ്ദേഹത്തിന് പാർട്ടിപരമായിട്ടുള്ള നടപടികളിലെത്തും. പിന്നെ 3ാമത്തെ നടപടി എന്തുകൊണ്ടുണ്ടായില്ല എന്നൊരു ചോദ്യമാണ് ഞങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായി പറയാം. KPCC പ്രസിഡന്റും നമ്മുടെ പാർട്ടി ലീഡറും കോൺഗ്രസ് നേതൃത്വവും വളരെ കർക്കശമായ ഒരു നിലപാടാണ് ഈ കാര്യത്തിൽ എടുത്തിട്ടുള്ളത് എന്നെനിക്കറിയാം. അതിന് കാരണം ഒരു മോറൽ തെപ്റ്റിറ്റ്യൂഡ് ഉണ്ടാകരുത് എന്നുള്ള നിലയിലാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. അതിന് മാതൃകയായ ഒരു നടപടി എടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. മറ്റ് സമാന പാർട്ടികളിൽ ഈ സമാന രൂപത്തിലുള്ള എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ അവർ എടുത്തതിനേക്കാൾ എത്രയോ ശക്തമാണ്
ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമീപനം എന്നുള്ളത് നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. എന്നാലും വിമർശിക്കുന്നവരുണ്ടാകും. കാരണം വിമർശിക്കുന്നവരുടെ ഉദ്ദേശം രാഷ്ട്രീയമാണ് എന്നുള്ളത് കൊണ്ടാകാം. ഞാൻ അതിനെ പഠിക്കുന്നില്ല. ആ ലക്ഷ്യത്തിലേക്ക് അവർ പഠിച്ചോട്ടെ. പക്ഷേ നമ്മളുടെ മാനസികാവസ്ഥ എപ്പോഴും ഈ പ്രസ്ഥാനത്തിന് യാതൊരു കാരണവശാലും പോറലേക്കാൻ പോലും സമ്മതിക്കില്ല എന്നുള്ളതാണ്. ലക്ഷക്കണക്കിനായ പാവപ്പെട്ട പാർട്ടി പ്രവർത്തകൻ അവന്റെ ഓരി ഒഴുക്കി വളർത്താനും തകർന്നു പോകാൻ ഒരിക്കലും അല്ല, അങ്ങനെ പ്രസ്ഥാനം തകർന്നു പോവാതിരിക്കാൻ കാരണമാകുന്ന തീരുമാനം ആ രാജി തന്നെ ആവില്ലായിരുന്നോ എന്ന ചോദ്യമാണ് ഞങ്ങൾ ഉയർത്തുന്നത്. കാരണം ഇതിപ്പോൾ കോൺഗ്രസ് പാർട്ടി കൈവിട്ട ഒരു MLA, കൈപ്പത്തി ചിഹ്നത്തിൽ ജയിച്ച ഒരു MLA പാലക്കാട് തുടരേണ്ടി വരികയാണ്. അപ്പോൾ ഈ ബാധ്യത പാലക്കാട്ടെ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് കോൺഗ്രസ് തീരുമാനമെടുക്കുമ്പോൾ അതിന് എന്ത് രാഷ്ട്രീയ യുക്തിയാണ് എന്നൊരു ചോദ്യമായി തന്നെ അവശേഷിക്കുകയല്ലേ? യഥാർത്ഥത്തിൽ ഈ തീരുമാനത്തിന് ഒരു കാരണം ഉപതെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതിസന്ധി കൂടിയല്ലേ? ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രതിസന്ധിയല്ല. ഈ സമാന സാഹചര്യം കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ടല്ലോ. ഞങ്ങൾ എടുത്തതുപോലെയുള്ള മാതൃകാപരമായ നടപടി ഏതെങ്കിലും ഒരു പാർട്ടി ആലോചിച്ചിട്ട് പോലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല, ഇതുവരെ അറിയില്ല. ഞങ്ങൾ എടുത്തതിനേക്കാൾ വ്യത്യസ്തമായി ഒരു നടപടി ഏതെങ്കിലും പാർട്ടി എടുക്കുകയാണെങ്കിൽ ഈ ചോദ്യം ഞങ്ങളോട് ചോദിക്കുന്നതിന് അർത്ഥമുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ആ പാർട്ടിയും ആ പാർട്ടിയുടെ ചോദ്യവുമല്ല പ്രധാനപ്പെട്ടത്. ഞങ്ങളുടെ മനസാക്ഷിയാണ്, ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങളുടെ പാർട്ടിയെക്കുറിച്ച് ജനങ്ങളുടെ ചുറ്റുള്ള മാന്യതയാണ്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഏറ്റവും അധികം രാഷ്ട്രീയ തന്ത്രങ്ങൾ അറിയാവുന്ന ആൾ കൂടിയാണ്. താങ്കളോട് ഞാൻ ഒരു ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്ന കോൺഗ്രസ് എവിടെ മുകേഷ് രാജിവെക്കാത്തത് എന്ന ചോദ്യം ഉന്നയിച്ചാൽ യുക്തി കൂടുതൽ ഉയർന്നേനെ. നിങ്ങൾക്കൊരു പുതിയ രാഷ്ട്രീയ തന്ത്രവും രാഷ്ട്രീയ ആയുധവും കൂടി കിട്ടിയേനെ. എന്തുകൊണ്ട് ആ തീരുമാനത്തിലേക്ക് പോയില്ല എന്നതാണ് ഞങ്ങളെയൊക്കെ അത്ഭുതപ്പെടുത്തിയത്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കേൾക്കൂ, ഇടയ്ക്ക് ബ്രേക്ക് ഉണ്ടായി. അതെ അതെ, ഞങ്ങളെടുത്ത നടപടികൾക്ക് പൂർത്തീകരണം വന്നിട്ടില്ലല്ലോ. ആ പൂർത്തീകരണം വന്നതിന് ശേഷം അവസാനം ചോദിക്കേണ്ട ചോദ്യമാണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. അതിന് ഒരു പാർട്ടിയുടെ നിലപാടുകളുണ്ട്, ഒരു പാർട്ടിയുടെ സമീപനമുണ്ട്. അതിൻ്റെതായ എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ട് ഏറ്റവും യുക്തവും അതോടൊപ്പം വളരെ ശക്തവുമായ നടപടിയാണ് കോൺഗ്രസ് എടുക്കുന്നത്. ഒരു കാര്യം, ഇനിയിപ്പോൾ അടുത്ത മാസം നിയമസഭ ചേരുകയാണ്. നിയമസഭയിൽ രാഹുലിന്റെ പങ്കാളിത്തം നിങ്ങൾ എങ്ങനെയാണ് കരുതുന്നത്? പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമാക്കില്ല, നിയമസഭാ കക്ഷിയുടെ ഭാഗമല്ലാതെ മാറ്റി നിർത്തും. ഈ സസ്പെൻഷൻ അതിനുകൂടി ബാധകമാണ്, ശരി തന്നെയാണ്. പക്ഷേ ബാക്കി നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അതിന്റെ സാങ്കേതികത എങ്ങനെയാണ് കോൺഗ്രസ് മുന്നിൽ കാണുന്നത്? സാങ്കേതിക ഇപ്പൊ നിയമസഭയ്ക്കകത്ത് MLA-മാരെ കുറിച്ച് 140 പേരെയും ഉൾക്കൊള്ളുന്ന ഒരു സമിതിയെ കുറിച്ചല്ലേ പറയുന്നത്. അതിനകത്തുള്ള മറ്റ് MLA-മാർക്ക് ഉള്ളതിനേക്കാൾ വ്യത്യസ്തമായ ഒരു സമീപനം എന്താ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മാത്രം ഇമ്പോസ് ചെയ്യാൻ കാരണം? മറ്റുള്ള പാർട്ടിയിൽപ്പെട്ട MLA-മാരുണ്ട്. അത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്. ആ ചോദ്യം കേട്ടതായി പോലും നടിക്കാതെയാണ് എന്നോട് മറുചോദ്യം ചോദിക്കുന്നത്. അപ്പോ മറ്റ് സമാന സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള ഏത് പാർട്ടിയിലെയും ഏത് തീരുമാനത്തെക്കാൾ ശക്തമാണ് ഞങ്ങളുടെ നടപടി. അത് ഞങ്ങളുടെ ഒരു എല്ലാ വിധത്തിലുമുള്ള ആലോചനയ്ക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതുമാണ്. ഒരു കാര്യം കൂടി, ഇനി കൂടുതൽ തെളിവുകളോ അതല്ലെങ്കിൽ കൂടുതൽ വെളിപ്പെടുത്തലുകളോ നിയമപരമായ നീക്കങ്ങളോ കേസെടുക്കൽ FIR രജിസ്റ്റർ ചെയ്ത പോലെ നടപടിയോ ഉണ്ടായാൽ രാഹുലിന്റെ രാജി കോൺഗ്രസിന് ആവശ്യപ്പെടേണ്ടി വരില്ലേ? അങ്ങനെ ഒരു കാര്യം കോൺഗ്രസ് മുന്നിൽ കാണുന്നില്ലേ? ഇപ്പൊ തൽക്കാലം നമ്മൾ നിൽക്കുന്ന സന്ദർഭത്തിൽ അതൊന്നും ഇല്ലല്ലോ. നമ്മൾ ആന്റിസിപ്പേറ്ററി ചോദ്യം ചോദിച്ച് നമുക്ക് കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ പറ്റും. പക്ഷേ നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷത്തിൽ അതൊന്നും ഇല്ലല്ലോ. ഇല്ലാത്ത കാലത്തെ ഒരു കഥയെന്തിനാ നമ്മൾ കെട്ടിച്ചമച്ചുണ്ടാക്കാൻ ശ്രമിക്കുന്നത്? യെസ്, വളരെ നന്ദി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. CPM ഞാൻ പേരൊന്നും പറയില്ല ആരുടെ, ഞങ്ങളതാണ് ചെയ്തത്. ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാം CPM ഒരു നടപടി എടുത്തില്ല. BJP പോക്സോ കേസിലെ പ്രതി ഹൈക്കമ്മിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ. ഞങ്ങൾക്ക് അതൊക്കെ ചൂണ്ടിക്കാണിക്കാം. ആരും ഒരു നടപടി എടുത്തിട്ടില്ല. ഇഷ്ടംപോലെ പേരുടെ പേര് ഞങ്ങൾക്ക് CPM-ൽ നിന്ന് തന്നെ പറയാമല്ലോ. ഞങ്ങൾ അവരാരെങ്കിലും പേര് പറഞ്ഞു, അവർക്കെതിരെ ഒന്നും ഒരു നടപടി എടുത്തിട്ടില്ല. ഒരു നടപടി അതെല്ലാം പറഞ്ഞ് ഞങ്ങൾക്കും ഉഴപ്പായിരുന്നല്ലോ. ഞങ്ങൾ ആദ്യം തന്നെ അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് മാറ്റി, പിന്നെ അദ്ദേഹത്തെ
സസ്പെൻഡ് ചെയ്ത് അതിൽ നിന്ന് ഞങ്ങൾ മാറ്റി നിർത്തി. അതെന്തുകൊണ്ടാണ്? സ്ത്രീകളോടുള്ള ഞങ്ങളുടെ പ്രസ്ഥാനത്തിൻ്റെ ബഹുമാനവും ആദരവുമാണ്. അവരുടെ ആത്മാഭിമാനത്തിന് മുറിവേറ്റെന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങളുടെ പാർട്ടി ചെയ്താണ്. ഞാനൊരു 3 ദിവസം മുമ്പ് നിങ്ങളോട് പറഞ്ഞു, വേറെ ഒരു പാർട്ടിയിലും പോലെ അല്ല കോൺഗ്രസ് എന്ന് ഞങ്ങൾ ഇക്കാര്യത്തിൽ തെളിയിക്കും, നിങ്ങളെ കൊണ്ട് പറയിക്കും എന്ന് ഞാൻ പറഞ്ഞു. വേറെ ഒരു പാർട്ടിയെ പോലെ അല്ല കോൺഗ്രസ് ഇക്കാര്യത്തിൽ തെളിവെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ ഈ നടപടിയെടുത്തത്. ഞങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും ബന്ധമുള്ള, പാർട്ടിയുടെ മുൻനിരയിൽ നിൽക്കുന്ന ഒരാളെ രക്ഷപ്പെടുത്താൻ ഞങ്ങൾ ഒരു ശ്രമവും ഞങ്ങൾ നടത്താതെ, ഒരു പരാതിയും ഇല്ലാതെ സ്ത്രീയുടെ അഭിമാനം കാത്തുരക്ഷിക്കാനാണ് കോൺഗ്രസ് ഈ തീരുമാനമെടുത്തത്. അത് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക തന്നെ ചെയ്യും, ഒരു സംശയം വേണ്ട. അല്ല, ഞാൻ പറഞ്ഞത് ബാക്കിയുള്ള കേസിൽ FIR രജിസ്റ്റർ ചെയ്തിട്ട് പോലും അവിടെ തന്നെ ഇരിക്കല്ലേ ആളുകൾ. അതല്ല, ഇപ്പോൾ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ അവരുടെ പാർട്ടിയിൽപ്പെട്ട, ഞാൻ എന്നെ കൊണ്ട് പേര് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താങ്കൾ ശ്രമിക്കുന്നത്? മുഖ്യമന്ത്രിയുടെ ഓഫീസ് തൊട്ട് ഇരിക്കുന്നില്ലേ? നിങ്ങൾ അതൊന്ന് ചോദിക്കും. നിങ്ങളെല്ലാവരും ചോദിക്കും. നിങ്ങൾക്ക് എന്നോട് ഈ ചോദിക്കുന്നത് പോലെ മുഖ്യമന്ത്രി പിണറായി വിജയനോട് നിങ്ങൾ ചോദിക്കില്ല. നിങ്ങൾ ആരോടും ചോദിക്കില്ല. ഇപ്പോൾ CPM-ന്റെ മഹിളാ നേതാക്കൾ എല്ലാവരും വന്ന് പറഞ്ഞല്ലോ ഇദ്ദേഹം രാജിവെക്കണമെന്ന്. അവരാരും കേൾക്ക്, ഞാൻ പറയണ കേൾക്ക്, ഞാനല്ലേ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ പറഞ്ഞിട്ട് വയ്യ. അവരെല്ലാവരും ഈ CPM നേതാക്കൾ ഇത്രമാത്രം ആളുകൾ, ഒരാളല്ല, 2 ആളല്ല, 3 ആളല്ല, 4 ആളല്ല, അതിനേക്കാൾ കൂടുതൽ ആളുകൾ CPM-ൽ ഒരു നടപടിയെടുക്കാതെ, ഒരു നോട്ടീസ് പോലും പാർട്ടി കൊടുക്കാതെ അവരവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ധീരമായ തീരുമാനം ഒരു പാർട്ടി എടുത്തെങ്കിൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ്. അത് അടയാളപ്പെടുത്തിയ അത് അവരുടെ അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ എല്ലാവരുമായിട്ട് ആലോചിച്ച് പ്രായോഗികമായ തീരുമാനമെടുത്തു. അതൊക്കെ കേരളത്തിൽ ഈ CPM ആണ് ഈ സ്ത്രീകളെ സൈബർ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയത്, ഒരു കൾച്ചർ ഉണ്ടാക്കി വെച്ചത്. ഞാനെന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞത്? ഒരു സ്ത്രീ പോലും സൈബർ ഇടത്തിൽ ആക്രമിക്കപ്പെടരുത്, ഒരു പരാതി കൊടുക്കുന്ന സ്ത്രീ പോലും ആക്രമിക്കപ്പെടരുത്. അത് തെറ്റാണ്. അതൊരു തരത്തിലുള്ള മനോരോഗമാണ് സ്ത്രീകളെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്രമിക്കുന്നത്. നിങ്ങളെ മാധ്യമപ്രവർത്തകരെ, സ്ത്രീകളെ എത്ര പേരെ CPM ആക്രമിച്ചു? അന്നൊന്നും ഈ ചോദ്യത്തിന്റെ ആവേശം ഞാൻ കണ്ടില്ലല്ലോ. കോൺഗ്രസിന്റെ വനിതാ നേതാവിനെ ഉൾപ്പെടെ ഇപ്പോൾ പൊതുയിടങ്ങളിൽ, സൈബർ ഇടങ്ങളിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് തെറ്റാണ്. ആരെയും ആക്രമിക്കാൻ പാടില്ല. സൈബർ ഇടങ്ങളിൽ സ്ത്രീകളെ ആക്രമിക്കുന്നത് ഒരു തരത്തിലുള്ള മനോരോഗമാണ്. അത് അവസാനിപ്പിക്കണം. 2 ദിവസം മുമ്പ് ഞാൻ കൃത്യമായിട്ട് പറഞ്ഞാണ്, ഞങ്ങൾക്ക് നല്ല നിലപാടുള്ള പാർട്ടിയാണ് കോൺഗ്രസ്. നല്ല നിലപാട്. ഇതൊക്കെ ഞങ്ങൾ പല പ്രാവശ്യം പറഞ്ഞതാണ്. പല പ്രാവശ്യം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യമാണ്. ഇതെല്ലാം വ്യക്തമാക്കിയതാണ്. ഇനി അതിട്ട് ചുരണ്ടണ്ട. ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ ഒരാൾ തന്നെ ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കല്ലേ? ചോദ്യത്തിന് ഉത്തരം പല പ്രാവശ്യം കൃത്യമായിട്ട് നിങ്ങൾ 10 പേരോട് ചോദിക്കണം. ഇന്ന് പുറത്താക്കിയിട്ടല്ല, ഞങ്ങൾ മാറ്റി നിർത്തിയിരിക്കും. അതല്ല അതിന്റെ നടപടിക്രമം അനുസരിച്ച്. അല്ല, അത് ഞങ്ങൾ അതിന്റെ നടപടിക്രമങ്ങൾ പരിശോധിച്ച് തീരുമാനിച്ചു. മനസ്സിലായതുകൊണ്ടാണ് ഈ നടപടിയിലേക്ക് ഇറങ്ങുന്നത്. ഈ നിലവിൽ ഇത്രയും നടപടികളൊക്കെ എടുക്കുമ്പോൾ പ്രാഥമികമായെങ്കിലും ഒരു പാർട്ടിയുടെ അന്വേഷണം വേണ്ടേ? ഇപ്പൊ അങ്ങനെയായി. ഞങ്ങൾ പറഞ്ഞല്ലോ ഞങ്ങൾ ഈ വിഷയം പരിശോധിച്ചു. ഒരു പാർട്ടിക്ക്, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ തീരുമാനം കേരള രാഷ്ട്രീയത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും എടുക്കാത്ത ധീരതയോടുകൂടിയ ഒരു തീരുമാനം കോൺഗ്രസ് എടുത്ത് പോയി. ഇപ്പോ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിനെപ്പറ്റി അഭിനന്ദിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളാണ് കേട്ടത്. ഞങ്ങൾ എടുത്തത് മാതൃകാപരമായ നിലപാട്. ഇതാണ് കോൺഗ്രസ് വിശദീകരിക്കുന്നത്. ഇടതുപക്ഷം ഈ നിലപാടെടുത്തില്ല, അതുകൊണ്ട് ഇത് ചരിത്രപരമായ തീരുമാനമെന്ന് അദ്ദേഹം വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ
രാജിയിലേക്ക് പോവാത്തത്, രാജി ആവശ്യപ്പെടാത്തതിന് പിന്നിൽ ചില രാഷ്ട്രീയ കാരണങ്ങൾ കോൺഗ്രസിന് മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോൾ എടുത്ത നടപടി അത് സുവ്യക്തമാണ് എന്ന് വരുത്തി കോൺഗ്രസ് ഇനി രാഷ്ട്രീയ പ്രതിരോധം തീർക്കുകയാണ്. ഇതാണ് എല്ലാ നേതാക്കളുടെയും സൂചന. നേരത്തെ KPC പ്രസിഡന്റ്, ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എല്ലാവരും വിശദീകരിക്കുന്നതാണ് കോൺഗ്രസ് ഇങ്ങനെയാണ്. അതേസമയം വനിതകളടക്കമുള്ള നേതാക്കൾ പ്രതികരിച്ചത് അവരുടെ നിലപാട് എന്നതാണ്. എന്തായാലും ആ പ്രതികരണത്തിന് ശേഷം എങ്ങനെ ഇങ്ങനെ മുന്നോട്ട് പോകാൻ കോൺഗ്രസിൽ കഴിയുന്നു എന്നത് ഇപ്പോഴത്തെ പ്രതിസന്ധിയുടെ സാഹചര്യമാണ് കോൺഗ്രസിനെ ഇങ്ങനെ ചിന്തിപ്പിക്കുന്നത്.